ഇന്ന് നമുക്ക് GTA 6 ട്രെയിലർ റിവ്യൂ ചെയ്യാം. തുടങ്ങി. ഗ്രാഫിക്സ് ഒക്കെ നൈസായിട്ട് നൈസായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GTA 5 നന്നായിട്ട് കയറിയിട്ടും തോന്നിട്ടില്ല. ഗ്രാഫിക്സ് ബെറ്റർ ആയിട്ടുണ്ട്, മോശമായിട്ടില്ല. ഹൈപ്പർ റിയലിസ്റ്റിക് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് ദൂരം കൂടി പോണം. ഈ ഭാഗം കണ്ട, ഈ ഭാഗം എന്നിട്ടാ പറയണേ, ഇയാളുടെ ചാടാന്നാണ് ബേസിക്കലി. കണ്ട എല്ലാ കണ്ടില്ലേ, ഞാൻ എല്ലാ പെണ്ണുങ്ങളെ നോക്കണ കണ്ടില്ലേ എന്ന റോള് പോയില്ലേ ബേസിക്കലി. എല്ലാ പൊട്ടന്മാർക്ക് മനസ്സിലാക്കാത്, എല്ലാവർക്കും മനസ്സിലാക്കാം ചാട് വലിയ സംഭവമാണ് എന്നൊക്കെ. നിങ്ങൾക്ക് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞ വാക്ക് അവിടെ അറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ US കുറച്ച് റെസ്ട്രിക്ഷനില് കാറ് കക്കുമ്പോ എന്ന് പറയുമ്പോ അവരെ കൺസെന്റ് ഇല്ലാണ്ട് കക്കുമ്പോ, മനസ്സിലായോ, അതിനെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറയും ബേസിക്കലി. ആ തെഫ്റ്റിനെയാണ് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറയുന്നത്. ഈ ക്രിമിനൽ ആക്ടിവിറ്റി ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ, ഈ കാറ് കക്കണ പരിപാടി, കാറ് കക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസെന്റ് ഇല്ലാണ്ട് കക്കണ പരിപാടി ബേസിക്കലി. ഈ ആക്ട് ഒരു ക്രിമിനൽ ആക്ട് ആണ്. പക്ഷെ നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഈ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ നടത്താണെങ്കിൽ എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 വർഷം വരെ തടവ് ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കണം. ആരും ചെയ്യാൻ പോണില്ലേ, പക്ഷെ എന്നാലും ജസ്റ്റ് ഫോർ യുവർ ഇൻഫോർമേഷൻ, ഇൻഫോർമേഷൻ ആയിട്ട് എടുത്താൽ മതി. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. ചാഡ് എന്താ ചെയ്യാൻ പോണെന്ന് നോക്കട്ടെ. ചാഡ് ഇഷ്ടവും വണ്ടി ഓടിച്ച് പോകുന്നു, ജിമ്മ് കാണുന്നു, കുറച്ച് ചിക്സുകൾ സൈഡിലുണ്ട്, മറ്റേ ജിമ്മൻ ചക്കനെ നോക്കാൻ, പിന്നെ ആൽക്കഹോൾ കൊണ്ട് പുറത്തേക്ക് പോകുന്നു, പോലീസ് ആൾക്കാരെ പിടിക്കുന്നു, കുറെ ഗ്രാഫിറ്റീസ് ഉണ്ട് സൈഡില്. ഇയാളോട് പേര് ചോദിക്കണം. അപ്പൊ അയാളോട് ജെയ്സൺക്ക് പറഞ്ഞു. മറ്റേ ആള് പറയും, മറ്റേ റിസപ്ഷനിസ്റ്റ്, എവിടെ ഞങ്ങൾ കണ്ട പോലെ ഉണ്ടല്ലോ, എനിക്ക് അറിയണ പോലെ ഉണ്ടെന്ന്. അത് ഡയറക്ട്ലി വലിയ ഡൂഡാന്ന് കാണിക്കുക. അപ്പൊ ചിക്ക് വന്നു. ചിക്കും ഇവർ രണ്ടുപേരും ബന്ധത്തിലാന്ന് തോന്നുന്നു. ഇത് വൈസിറ്റിയിൽ നടക്കണം തോന്നുന്നുണ്ട് ഗെയിം. അപ്പൊ കളി തുടങ്ങി. ഇനി അവര് ചെയ്യണ പരിപാടികളൊക്കെ, കുറെ പരിപാടികളൊക്കെ ചെയ്യണ്ടവര്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഫ്രണ്ട്ലി. ഒരു കാര്യമുണ്ട്, GTA കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡ്രഗ്സ് ഉണ്ടാവും, എന്തായാലും ആൽക്കഹോളൊക്കെ ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്, സെക്സ്, പെണ്ണുണ്ട്, നമുക്കറിയാം ബേസിക്കലി. പെണ്ണ്, പിന്നെ കാശ്, പിന്നെ കാറ് വെക്കല് വരെ ഇമ്പോർട്ടൻ്റ്. അതിന്റെ അടിപൊളി കാറുകൾ വെക്കാൻ ഒക്കെ നമ്മൾ വാങ്ങേണ്ട ആവശ്യം നമുക്ക് അക്കലായിരിക്കും ആൾക്കാരായിരുന്നു. ഫോഴ്സ്ഫുള്ളി പോലീസ് ഉണ്ട് കേട്ടോ, പോലീസായിട്ടുള്ള ഫൈറ്റ്. പിന്നെ കുറെ സീനുകളുണ്ട് അങ്ങനെ. പക്ഷെ പെണ്ണ് വരുന്ന ഒരു വലിയ സംഭവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, പെണ്ണ് കളി കുറച്ച് കൂടുതലാന്ന് പറയും. പക്ഷെ പെണ്ണില്ലേ, പെണ്ണ് വരുന്നതാണ് ഏറ്റവും വലിയ സീൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊന്നും പെണ്ണുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിരുന്നുകൊണ്ട് കുറച്ചുകൂടി പെണ്ണിനെ കൊണ്ടുവരാന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണ് ഒരു മൂല്യം കൊടുക്കുക, അതന്നെ, പെണ്ണിനും ഒരു മൂല്യം കൊടുക്കുക ഗെയിമില്ല റിയാലിറ്റിയിലും കൊടുക്കണ്ടല്ലോ. അപ്പൊ ഗെയിമിൽ കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിനൊരു ഈക്വൽ സ്റ്റാറ്റസ് കിട്ടുന്നുണ്ട് ഗെയിമിൽ. അത് റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോൾ സൊസൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇക്വാലിറ്റി, പെണ്ണിനെ അണ്ണിയും ഒരുപോലെ കൊണ്ടുവരുന്നാണ് പറയുന്നത്. മനസ്സിലായോ? ജനുവരി 26 സോറി 2026 മെയ് 26 ഇറങ്ങുന്നത്. എനിവേസ് ഒരു കൊല്ലുണ്ട്. ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ കുറെ സമയമാണ്. മെയ് 26 എന്നൊക്കെ പറയുമ്പോ ഒരു വർഷം കഴിയണ്ടേ. ശോകം ഇഷ്ടവും. അതുവരെ വെയിറ്റ് ചെയ്യണം. അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. ബേസിക്കലി ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. എന്നാലും പക്ഷെ ഞാൻ ജീവിച്ചിരിക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷെ എന്നാലും സർട്ടനിറ്റി ഒന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് GTA കളിക്കാം. പക്ഷെ എനിക്ക് തോന്നി GTA ഒക്കെ വളരെ ചെറുതായിരിക്കും, ചെറുതാനുള്ള ചാൻസ് ഉണ്ട്. വളരെ ചെറിയ GTA 6 ആയിരിക്കുന്നതുകൊണ്ട് ബേസിക്കലി നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ മുമ്പത്തെ ട്രെയിലറിൽ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, കളിയാണ് ഫുള്ളും. ഈ ട്രെയിലർ കാണുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ സ്ഥലങ്ങളൊക്കെ ചിലപ്പോ പെട്ടെന്നായിരിക്കും ഗെയിമിലേക്ക് കയറുമ്പോ കഴിയുക. മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, GTA 5 നോക്കി നോക്ക്. GTA 5 അത്ര വലിയ ഗെയിമൊന്നുമല്ല, ആണ് അത്യാവശ്യത്തിന് വലിയ ഗെയിമാണ്, സമ്മതിച്ചു. പക്ഷെ GTA San Andreas എടുത്ത് നോക്കി നോക്ക്. GTA San Andreas എന്തോരം ഡീറ്റെയിലിംഗ് ആണെന്ന് അറിയാം. GTA 5 സമ്മതിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്റെ ഫേവറേറ്റ് GTA San Andreas ആണ് ഇപ്പോഴും ടോപ്പ് ഗെയിം. കാരണം എന്റെ കഥയൊക്കെ അടിപൊളിയല്ലേ GTA San Andreasന്റെ. എത്ര പഴയതാന്ന് പറഞ്ഞാലും ശരി, കഥയൊക്കെ ഈ പണ്ടത്തെ ഗെയിംസുകൾക്ക് കുറച്ച് കൂടുതലാണ്. GTA San Andreasനൊക്കെ അത് ആ കഥ ഇല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഗ്രാഫിക്സ് കുറവേ കാരണം. എന്നിട്ട് വരെ അവർ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിരുന്നു ആ ഗെയിമിൽ. ഈ ഗെയിമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക് അറിയില്ല. ഇപ്പൊ അൺറിയൽ എഞ്ചിനൊക്കെ ഇല്ലേ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട്
മീൻസ് പെട്ടെന്ന് വലിയ വലിയ ഹൈ ക്വാളിറ്റി ഗെയിംസുകളൊക്കെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ട് ചീപ്പായിട്ട്. മീൻസ് പണ്ടത്തെ പോലെയല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈ ക്വാളിറ്റി 3D സാധനങ്ങളൊക്കെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ തോന്നുന്നത് വലിയ ഗെയിം ആക്കാം അവർക്ക്. കാരണം വെച്ചാൽ കൂടുതൽ സമയം കിട്ടുന്നുണ്ട്, പിന്നെ പെട്ടെന്ന് ഡിപ്ലോയ് ചെയ്യാനും പറ്റും അവർക്ക് ഹൈ ക്വാളിറ്റി ഈ സാധനങ്ങളൊക്കെ, എലമെന്റ്സ് ഒക്കെ, ഒബ്ജക്ട്സ് ഒക്കെ. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഒരു വലിയ ഗെയിം ഉണ്ടാക്കാനും പറ്റും, ആ ക്വാളിറ്റി നിലനിർത്താനും പറ്റുന്നതുകൊണ്ട്. ഈ ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഈ ക്വാളിറ്റി കുഴപ്പമില്ല ഈ ഇങ്ങനത്തെ ഒരു വലിയ ഗെയിമിന്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഞാൻ ഇപ്പൊ കുറെ ഗെയിമുകൾ കാണുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി ഗെയിംസുകളാണ്. മീൻസ് നല്ല ഗ്രാഫിക്സ്, മീൻസ് റിയലിസ്റ്റിക്കൽ ഒബ്ജക്ട്സ് ഒക്കെ ഗെയിംസിലുണ്ട്. അതൊരു വലിയ സംഭവമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴത്തെ പുതിയ ഗെയിമിലുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ, സോഫ്റ്റ്വെയറിലൊക്കെ ഡെവലപ്മെന്റ് കാരണം കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ വലിയ അപ്ഡേറ്റ്സുകളൊക്കെ മീൻസ് ഈ വലിയ ഹൈപ്പർ ലെവലിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിമുകൾ ഇറക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ GTA 6 കുഴപ്പമില്ലല്ലേ, GTA 6 ഗ്രാഫിക്സ് ഒക്കെ ബെറ്റർ ആണ്. പക്ഷെ ഞാനിപ്പോ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചവറ് പോലെ ഇറക്കാണ് നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിംസുകൾ. ഇപ്പൊ ഇത് എനിക്കൊന്ന് മാസീവ് ലോകമായിരിക്കുന്നു, എന്നാലും ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നൈസായിട്ട്. അതെ അതെ, പക്ഷെ നമുക്ക് ശരിക്കും റിയൽ വേൾഡ് ആയിട്ട് കളിച്ചു പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം കിട്ടാ, ക്രിപ്റ്റോ കറൻസി അവർ ബാൻ ചെയ്തു. ബിറ്റ് കോയിനും ബ്ലോക്ക് ചെയിനൊന്നും അവർ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ ഗെയിമിലേക്ക്. അതൊന്നും പറ്റില്ല, അവരുടെ റെപ്യൂട്ടേഷൻ എഫക്ട് ചെയ്യുന്ന പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഹാക്ക് വന്നാലോ, ഹാക്കല്ല വല്ല അബദ്ധമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഹാക്ക് വരേണ്ട സാധ്യതയുണ്ട്. പക്ഷെ ഗെയിമിൽ വല്ല ഇഷ്യൂസ് ഒക്കെ മീൻസ് അതിൻ്റെ ഉള്ളിൽ ഇനിക്വാളിറ്റി വരുന്നവർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ട്. കാരണം വെച്ചാൽ അവര് റോക്ക് സ്റ്റാർസ് ആണ്. കാരണം വെച്ചാൽ അവരുടെ ഗെയിം തന്നെ ഈ വയലൻസും മറ്റു സാധനങ്ങളൊക്കെയാണ്. കൂടുതൽ കാശ് ഉണ്ടാക്കണേന്നും അവർക്ക് കുഴപ്പമില്ല ഈ ഗെയിമിൽ. എനിക്ക് തോന്നുന്നത് അതല്ല പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്യാന്നുള്ള പേടി കാരണം കൊണ്ടായിരിക്കും ഈ ക്രിപ്റ്റോ കറൻസി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. മനസ്സിലായി, NFT ഒക്കെ ഗെയിമിന്റെ സ്മൂത്തില് ഫീലിംഗ് നഷ്ടപ്പെടുമെന്നൊക്കെ. അതെ, ഇതില് കുറെ നല്ല ഇതുണ്ട് കേട്ടോ, നല്ലൊരു ട്രെയിലറാണ്, നല്ല ട്രെയിലറാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഗെയിം ആയതുകൊണ്ട് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആലോചിച്ച് നോക്കും, GTA 5 തന്നെ ഫസ്റ്റ് ഡേയിൽ $1 ബില്യൺ റവന്യൂ കൂടെ എടുത്തതുകൊണ്ട് സെയിൽസ്. GTA 6 അത്രയും ഫാസ്റ്റ് എടുക്കും തോന്നുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ പറയണില്ലേ. ഞാൻ ഈ ട്രെയിലർ ഒന്നും കൂടി നോക്കണം. ഈ ട്രെയിലറിൽ എന്താ പറയുന്ന അറിയാം, ജയില് കാണുന്നുണ്ട്. പക്ഷെ പിന്നെ കളി കാണുന്നതിന് പിന്നെ വെടിയപ്പ് ഉണ്ട്. പക്ഷെ എവിടെയാ വെടിയപ്പ് നടക്കണ, എന്തായാലും ഹീസ്റ്റാണ് വെടിയപ്പ് നടക്കുന്നത്. പിന്നെ പോലീസിന് അതൊക്കെ പണ്ടുള്ളത് തന്നെയാ അതൊക്കെ. പിന്നെ വീണ്ടും ആളെ ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പിന്നെ കോസ്റ്റൽ സൈഡ് വ്യൂ അതൊക്കെ പക്ഷെ വലിയ കാര്യമില്ല. പിന്നെ ബാർ ഇതൊക്കെ ഉള്ളതല്ല. ഇതൊക്കെ എത്ര കണ്ട് ഇന്ററാക്റ്റീവ് ആണെന്നുള്ള ചോദ്യമുണ്ട്, അത് നമുക്കറിയില്ല. ആ ഗെയിം പ്ലേ പറഞ്ഞാലേ അറിയുള്ളൂ എത്ര കൊണ്ട് ഇന്ററാക്റ്റീവ് ആണ്. പാർട്ടി സ്ഥിരമുള്ളതാണ്, പാർട്ടി എല്ലാവർക്കും ഇഷ്ടമാണ്. മീൻസ് ഏറ്റവും രസകരമായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, കുറെ ആൾക്കാരൊക്കെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവർ പാർട്ടിക്ക് പോയില്ല, മീൻസ് ഡ്രഗ്സ് എടുക്കില്ല, പിന്നെ അങ്ങനത്തെ കുറെ ആൾക്കാരാണെങ്കിലോ വിറ്റല്ലേ, അങ്ങനെ ആയിരിക്കും മിക്കവാറും. ഇതൊക്കെ ഗെയിമിൽ ചെയ്യാൻ വരെ എളുപ്പമല്ല. റിയാലിറ്റി എന്ന് വെച്ചാൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഒരു ഗെയിം ഷോർട്ട് ആയി കഴിഞ്ഞാൽ അവർ മൂഞ്ചി പോകും. ഈ ട്രെയിലർ ഒന്നും കണ്ട് നോക്കിയിട്ട് കാര്യമില്ല കേട്ടാ. ഗെയിം ഇറങ്ങി കഴിഞ്ഞാൽ മൂഞ്ചിയ അങ്ങനെ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു സ്റ്റുഡിയോ കാരന് നിർത്താൻ നോക്കും ഗെയിമിന്. എന്തായാലും അത് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. അങ്ങനെ ഞാനും പെണ്ണുള്ളതുമായി അടിപൊളിയായി. പിന്നെ സ്വിച്ച് ചെയ്യാനും കൂടി പറ്റുന്നു തോന്നുന്നുണ്ട്. അത് GTA 5 പറ്റിയിരുന്നു 10 വർഷം മുമ്പ് ഗെയിമിന്. ഈ ഗെയിമിന് പറ്റാണ്ട് നിൽക്കില്ല. അതെ, യൂസ് ചെയ്യാനും മറ്റേ ഇടവോട് കൂടിയിട്ട് സ്വിച്ച് ചെയ്യാൻ. നൈസായിട്ട്. പക്ഷെ എന്താണ് ഇതിൽ പുതുമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഗെയിം കളിച്ചാലേ അറിയുള്ളൂ പുതുമകൾ. ഇന്ററാക്ടിവിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്, നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് എൻവയോൺമെന്റ് മുഴുവനായിട്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്റഗ്രേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് പോവാണെങ്കിൽ അങ്ങനത്തെ വല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയത്, ഒരാളോട് സംസാരിച്ചു നമുക്ക് അതിൽ ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യാം. ഈ AI ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ടില്ലേ, ആ AI ഫ്രണ്ട്സ് പോലത്തെ സാധനങ്ങളൊക്കെ അവർക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, മീൻസ് ഗെയിമില് റിയൽ ടൈം ആയിട്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ റിയലി എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും അത്. പിന്നെ GTA ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പൊട്ടിത്തെറി, മീൻസ് കാർ പൊട്ടിത്തെറിക്കുക, കാറ് വെടിച്ച് പൊട്ടിക്കുക, ബസൂക്ക ഇട്ട് പൊട്ടിക്കുക, പിന്നെ കാർ ഓടിച്ചിറക്കുക, സ്റ്റണ്ട് അടിക്കുക, പിന്നെ അതൊക്കെ ഉള്ളതാണ്.
പിന്നെ GTA 5 ഡേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഡേറ്റിംഗ് GTA 5. പക്ഷെ അത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷോക്കായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, അത് സൈബർ പങ്കിൽ പിന്നെയും സൈബർ പങ്കില് 3-4 ഡേറ്റിംഗ് ഉണ്ടായിരുന്നു. ബേസിക്കലി ഇങ്ങനത്തെ കുറച്ച് മിഷൻസ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലോൺ മസ്കിന്റെ ഭാര്യ, എക്സ് ഭാര്യയും കൂടെ വന്നുണ്ട്, ഗേൾ ഫ്രണ്ട്, ക്രൈംസ് ഒക്കെ ആയിട്ട് ഉള്ള ഒരു സെക്സ് സീനും കൂടെ ഉണ്ട് അതിൽ. പക്ഷെ GTA 6 എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. നമ്മൾക്ക് എടുത്തുള്ള ആൾക്കാരെ ഈ പറഞ്ഞെടുത്ത് സംസാരിക്കാൻ പറ്റുമോ, അവരൊപ്പം ഫ്രണ്ട് ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോകാൻ പറ്റുമോ എന്നൊക്കെ, അതൊക്കെ ചോദ്യമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ ആ നുവാൻസുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജിമ്മിൽ പോകാൻ പറ്റുമോ, ജിമ്മിൽ പോയിട്ട് മസിൽ കൂട്ടുക, പിന്നെ നമുക്ക് പണ്ടത്തെ ലൈസൻസുകളൊക്കെ ഉണ്ടല്ലേ, സാനിറ്റൈസറുള്ള പോലെ, അതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ കഥയുടെ ഡെപ്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. വൈസിറ്റിയിലാണ് നടക്കണമെന്നുണ്ട് ബേസിക്കലി. അതെ, എനിക്കറിയില്ല GTA സാനിറ്റൈസിനെ പൊട്ടിക്കാൻ പറ്റുമെന്ന്. പക്ഷെ GTA 6 പൊട്ടിക്കാൻ പറ്റുമെന്നൊക്കെ വെറുതെ പറയുന്നത്. കാരണം സബ്ജക്റ്റീവ് എന്നാലും ആൾക്കാർക്ക് ഇഷ്ടമാണ്. ചിലപ്പോൾ GTA 6 ആയിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം. പുതിയ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യണത്. പുതിയ മാർക്കറ്റ് തന്നെ യുവജനങ്ങൾ തന്നെ, മീൻസ് ഇപ്പോഴത്തെ യുവജനങ്ങൾ. പണ്ടത്തെ യുവജനങ്ങളും ഇപ്പോഴത്തെ യുവജനങ്ങളും വ്യത്യാസമുണ്ട്. അവരുടെ കൾച്ചർ തന്നെ വ്യത്യാസമുണ്ടോ ബേസിക്കലി. അവർക്ക് എന്തൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടണമെന്നില്ല, മീൻസ് അവരുടെ കൾച്ചറിലേക്ക്, മീൻസ് അവരുടെ ഗെയിം കൾച്ചറിലേക്ക് അവരുടെ കൾച്ചർ ഇന്റഗ്രേറ്റ് ചെയ്യണം ബേസിക്കലി ഗെയിമിലേക്ക്. മനസ്സിലായോ? അപ്പൊ ഗെയിം കൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ബേസിക്കലി ഗെയിമിൽ ഉണ്ടാവും എന്നൊക്കെ ചോദ്യമുണ്ട്. അതൊക്കെ ആ ഗെയിമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വ്യൂവറിന്റെ ഇല്ല, അല്ലെങ്കിൽ ആ മാർക്കറ്റിന്റെ സ്വഭാവം. ബേസിക്കലി മാർക്കറ്റ് സ്വഭാവം മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അമേരിക്കയിലുള്ള ഇത്ര വലിയ ആൾക്കാർക്ക് കളിക്കില്ലേ, അമേരിക്കയിലുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങൾ. ഇപ്പൊ പെണ്ണ് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്വഭാവം. ബേസിക്കലി പെണ്ണ് കൂടുതൽ സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട്, ഈക്വൽ ആയിട്ടില്ലേ ബേസിക്കലി. അപ്പൊ ആണിനും സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട്, ആണ് വലിയ ചാട് പോലെയാണ് വരുന്നത്. അപ്പൊ കുറെ പെണ്ണുങ്ങൾ തേടി പോണ ഒരാളാന്നൊക്കെയാണ് കാണിക്കുന്നില്ലേ. പിന്നെ ഞാൻ വലിയ ഡൂഡാന്ന് കാണിക്കില്ല പ്രസൻസ് ആയില്ല. പ്രസന്റിൽ മറ്റേ റിസപ്ഷനിസ്റ്റ് പറയുമ്പോ എനിക്കറിയാലോ തന്നെയാണ്, ചിലപ്പോ അറിയിരിക്കുന്നൊക്കെ. അതെ, അതൊക്കെ ഇതാണ് ബേസിക്കലി. പിന്നെ അതിൻ്റെ കുറച്ച് സീനുകൾ, ബാർ സീന്, മറ്റേ സീനുകള്, അവരുടെ ഒരു ഹാപ്പി ആയിട്ട് വെറുതെ ഫോട്ടോയില് മീൻസ് വെറുതെ ഒരു വീഡിയോ അല്ല, കുറച്ച് സ്നാപ്ഷോട്ടുകൾ. നമുക്കറിയില്ല എന്റെ ലിങ്ക് എങ്ങനെയാണ്. ചിലപ്പോ മരണത്തിന് മുമ്പായിരിക്കും ഈ ബാറിൽ പോയിട്ട് അടിച്ചു പൊടിക്കണതൊക്കെ. ഒരു പിറ്റേ ദിവസം അവര് പോയി ചാവും. ചിലപ്പോ അങ്ങനെ ആയിരിക്കും, ആർക്കറിയാം. പക്ഷെ അങ്ങനെയൊക്കെ നടക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ ചെറിയ ഗെയിം ആവാൻ സാധ്യത, അല്ലെങ്കിൽ വലിയ ഗെയിം ആയിരിക്കും ഇപ്പോഴത്തെ ടെക്നോളജി ഒക്കെ കാരണം, ലേറ്റസ്റ്റ് ടെക്നോളജി കാരണം. അപ്പൊ കുറച്ചുകൂടി അടിപൊളിയാവും. അടിപൊളി എപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ടായാലും കുഴപ്പമില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷങ്ങളാണ്, അതാണ് ഇമ്പോർട്ടന്റ്. ഷോർട്ടാവും, വലിയ ഗെയിം ആയാലും ഷോർട്ടായി തോന്നും. നിമിഷങ്ങൾ അടിപൊളിയാണെങ്കിൽ ബേസിക്കലി ആ നിമിഷങ്ങളില്ലേ പെട്ടെന്ന് അവസാനിക്കും. അല്ലാതെ ഈ പാർട്ടി കൾച്ചർ ഒക്കെ അല്ലേ, പാർട്ടി ഡ്രഗ്സ്, പെട്ടെന്ന് സമയമൊക്കെ പോകും പെട്ടെന്ന്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഗെയിം. മീൻസ് ഗ്രാഫിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോഴത്തെ ടെക്നോളജിയുടെ ഗ്രാഫിക്സ്, ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ കൊണ്ട് പറ്റണ ഗ്രാഫിക്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ബേസിക്കലി. പിന്നെ ടൈം ഡിലേക്ക് ഉണ്ടല്ലോ, കുറച്ച് കാലമായി അവര് 2 വർഷമൊക്കെ ഉണ്ട്, അതൊക്കെ അവര് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ 10 വർഷം കൂടെ ആയിരുന്നു ഡെവലപ്മെന്റ്, 5-6-7 വർഷം കൂടെ. എന്തായാലും സൈബർ പങ്കിന്റെ പോലെ ആവാണ്ടിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. സൈബർ പങ്ക് ജാതി ബഗ്സ് ഒക്കെ എന്നിട്ട് അവർ അടിപൊളിയാക്കിയിട്ടാണ് ചെയ്യുന്നത് അവസാനം. പക്ഷെ ആ ഫംഗ്ഷനാലിറ്റീസ് ഒന്നും ഉണ്ടായില്ല സൈബർ പങ്ക് ഉദ്ദേശിച്ചത്. GTA കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ GTA വേറെ ലെവലിലേക്ക് പോകും. GTA 6 അതാണ് ഞാൻ വെയിറ്റ് ചെയ്യണത് ബേസിക്കലി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആൾക്കാരോടൊക്കെ പോയി സംസാരിക്കുക, കൂട്ടുകൂടി അവരൊപ്പം മിഷനൊക്കെ പോവുക, ഓരോരുത്തരുടെ മിഷനൊക്കെ വേറെ വ്യത്യസ്തമായ മിഷനിലൊക്കെ പോയിട്ട്, മീൻസ് ഒരു മിഷനും വേറൊരു മീൻസ് ഓരോരുത്തരുടെ മിഷനും വ്യത്യസ്തമായ മിഷനായിരിക്കും. എല്ലാവരും കളിക്കുമ്പോൾ GTA 6 അടിപൊളിയാണ്. എന്നിട്ട് എല്ലാവരും അവരുടെ മീൻസ് അവരുടെ രീതിയിൽ അവരുടെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കും. മീൻസ് ഞാൻ ഇങ്ങനത്തെ മിഷനാണ്, നീ ഇങ്ങനത്തെ മിഷനാണെന്ന് അല്ലേ, കൂടുതൽ വേറെ വെറൈറ്റി ഫ്രണ്ട്സുകൾ. പക്ഷെ അതൊന്നും ആയിരിക്കില്ല, എനിക്ക് തോന്നുന്നു ലീനിയർ ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആവാനേ സാധ്യത ഈ കണ്ടിട്ട്. ലീനിയാരിറ്റി ആയിരിക്കും ബേസിക്കലി, പ്രഡിക്റ്റബിൾ ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും, ഫ്ലോയിൽ പോകും. അങ്ങനത്തെ ഒരു വെൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്തായിരിക്കും കളിക്കുന്നത് ബേസിക്കലി. പ്രിറ്റി മച്ച് ഡിറ്റർമിൻഡ് മീൻസ് പ്രിറ്റി മച്ച് ഡിറ്റർമിൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ആൻഡ്രോപ്പി എലമെന്റ് ഉണ്ടാവില്ല, അൺസർട്ടനിറ്റി ഇല്ല ബേസിക്കലി ഗെയിമിൽ. നമ്മൾക്ക് ഓരോ അൺസർട്ടനിറ്റി ശരിക്കും ലൈഫ് പോലെയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഓരോ സമയത്ത് കളിച്ചാലും ബേസിക്കലി നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അൺപ്രിഡിക്റ്റബിൾ ലെവലിൽ ഓരോരുത്തർക്ക് യൂണീക്ക് കഥകളായിരിക്കും. അത് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. പക്ഷെ എൻഡിങ് ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഒരു പ്രശ്നമാണ്. പക്ഷെ എന്നാലും അവർ കണക്ട് ചെയ്യാൻ എൻഡിങ്ങിലേക്ക് പല രീതികളിൽ ബേസിക്കലി വേറൊരു രീതിയിലൊക്കെ എൻഡിങ് കൊണ്ടുവരാം. അതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും, ഗെയിം ഡെവലപ്പേഴ്സിന്റെ ഗെയിം ഡിസൈനേഴ്സ്. പക്ഷെ എന്തായാലും ശരി, ഗെയിം അടിപൊളിയാണെന്നുണ്ട്.
അടിപൊളിയാണ്. നമ്മൾ ജി ടി എ സാൻഡ്രീസ് ഫാനാണ്. ജി ടി എ 5 ട്രവർന്ന ആ ഒരു ഇതുണ്ട്, ആ ക്യാരക്ടർ അയാളാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഞാൻ തോന്നിയത്. ബാക്കിയുള്ളവരുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, എല്ലാവർക്കും വേറെ അഭിപ്രായമായിരിക്കും, അത്രേ ഉള്ളൂ. എന്റെ അഭിപ്രായം ഞാൻ പറയണം അത്ര തന്നെ. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ജി ടി സാൻഡ്രീസിന്റെ അത്ര ഒന്നും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, മീൻസ് ടെക്നിക്കൽ ലെവലിൽ വരെ. പിന്നെ വൈസ് സിറ്റി അടിപൊളിയാണെന്നുണ്ട് പണ്ടത്തെ ലിബർട്ടി സിറ്റി. സാൻഡ്രീസിന്റെ അത്ര ഡീറ്റെയിലിംഗ് വരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. പിന്നെ അവന്റെ വീഴ്ച പോലെ എന്നാലും ഗെയിം കളിച്ചിരിക്കുക ഇഷ്ടമാണ്, ഒരു ഫീല് കളിയാണ് ഒക്കെ. ഒരുമിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുകയാണെങ്കിൽ ജി ടി അടിപൊളിയാണ്, മൾട്ടിപ്ലെയർ ഒക്കെ. അതെ, മെയിൻ മിഷൻസ് ഒക്കെ പെട്ടെന്ന് തീർത്ത് അങ്ങനെ കളിക്കാം മൾട്ടിപ്ലെയർ. പക്ഷെ ജി ടി 6 എന്താ വരാന്ന് എനിക്ക് അറിയില്ല. അടിപൊളിയാവണമെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഹൈപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവർക്കും അറിയാം ജി ടി സീരീസ്. അപ്പൊ എന്തായാലും ഹൈപ്പ് ഉണ്ടാവും. പിന്നെ ഒരു അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഒക്കെ നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ ഗെയിം വിജയിച്ച് പോകും ഉറപ്പായിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടം, ആൾക്കാർ പിന്നെ കളിച്ചുകൊണ്ടിരിക്കും. അതന്നെ. പിന്നെ ഈ ലോകം കാണുമ്പോൾ നമുക്ക് അറിയാം ആൾക്കാർക്ക് എന്താണ് ഇഷ്ടം എന്നില്ല മാർക്കറ്റിന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ സെക്സ്, വയലൻസ്, പെണ്ണ്, ഡ്രഗ്സ്, പിന്നെ കാശ്, പിന്നെ കുറെ കക്കലാണോ കക്കൂല്, പിന്നെ കൺസെന്റ് ഇല്ലാണ്ട് എടുക്കുക, ഫോഴ്സ്ഫുള്ളി എടുക്കുക, അങ്ങനെയൊക്കെ. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അന്ന് കുഴപ്പമില്ല, നമ്മളെ എന്റർടൈൻമെന്റ് ആണ്, ഫുൾ എന്റർടൈൻമെന്റ്. ഞാൻ ജീവിതത്തിന്റെ പുറത്തേക്കൊക്കെ നോക്കൂല്ലേ, പുറത്തിറങ്ങിയൊക്കെ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര ഒറ്റയ്ക്ക് ഇരിക്കുക, അങ്ങനെയൊക്കെ. കൂട്ടം കൂടുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, കുറച്ച് ഒരു എക്സൈറ്റ്മെന്റ് കാണുന്നുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എപ്പോഴും മീൻസ് പൊതുവെ യുവജനങ്ങളെ ആരോട് സംസാരിക്കാത്ത ഒരു കൂട്ടാണ്. ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് കൂടുതൽ കാണുന്നത് ഞാൻ എല്ലായിടത്തും പോകുമ്പോ. അതെ, പക്ഷെ കൂട്ടത്തിലാകുമ്പോൾ നല്ല എക്സൈറ്റ്മെന്റ് കാണുന്നുണ്ട്. പക്ഷെ പൊതുവെ ആൾക്കാരെ അധികം അടുപ്പിക്കാറില്ല. പക്ഷെ നമ്മൾ ഈ ഗെയിമുകളൊക്കെ കാണുമ്പോൾ ചിലപ്പോ ഒരു കൂട്ടം ആൾക്കാർ അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. ബേസിക്കലി ജീവിതത്തിൽ ഒന്നും ചെയ്യില്ല, പക്ഷെ ഓൺലൈനിൽ ഇങ്ങനെ ഗെയിം കളിക്കുമ്പോ മീൻസ് ഈ ജീവിതമാണ് അവർക്ക് ഇഷ്ടം. അത് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത കാരണം ഈ ഗെയിമിലേ തുടങ്ങി. പിന്നെ ജീവിതത്തിൽ അതിന്റെ റിപ്പർക്കഷനും ഇല്ല, മീൻസ് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല. മീൻസ് അതിന്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യാനില്ല ആ വ്യക്തി, മനസ്സിലായി. കോൺസിക്വൻസ് ഗെയിമിലല്ല ഫേസ് ചെയ്യുന്നത്, റിയാലിറ്റിയിലല്ലോ. അതുകൊണ്ട് അത്ര തന്നെ. എനിവേസ്, അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോ വരണവരെ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.